പാകിസ്ഥാൻ സൈന്യവും ഭീകര സംഘടനകളും തമ്മിൽ ഔഷധ കൂട്ടുകെട്ടുകൾ വളരുന്നുണ്ട് എന്നത് ഓപ്പറേഷൻ സിന്ധൂറോടുകൂടി തന്നെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞതാണ്. എന്നാൽ ആ ബന്ധം കൂടുതൽ ദൃഢമാണ് എന്ന് തെളിയിക്കുന്ന ചില വെളിപ്പെടുത്തൽ നടത്തി ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് ലഷ്കർ ഇ തോയ്ബയുമായി അടുത്ത ബന്ധമെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് ഉന്നത നേതാവായ സൈഫുള്ള ഖസൂരിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഭീകര സൈന്യ അവിശുദ്ധ ബന്ധം പരസ്യമായി തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സൈഫുള്ള ഖസൂരി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ അവരിൽ നിന്നായി തന്നെ തനിക്ക് പതിവായി ക്ഷണങ്ങൾ ലഭിക്കാറുണ്ട് എന്നും സൈനികരുടെ അവിടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് അതിന് നേതൃത്വം നൽകാൻ പോലും അവർ തങ്ങളെ ക്ഷണിക്കാറുണ്ടെന്നാണ് ഇയാൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നു എന്ന പാകിസ്ഥാന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ചില പ്രസ്താവനകളാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം എന്നെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാൻ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്നെ ഭയപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊരു ചോദ്യമാണിപ്പോൾ സൈഫുള്ള ഖസൂരി ഇവിടെ ചോദിക്കുന്നത്. ഖസൂരിയുടെ ഈ ഒരു ക്ഷമാപണമില്ലാത്ത പെരുമാറ്റമാകട്ടെ അത് ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ വിഷം ചീറ്റുന്ന വാക്കുകളാണ് എന്നതാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും വെളിവാകുന്നത്. മാത്രമല്ല, ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് എന്ന നിലയിൽ തന്നെ ജമ്മു കാശ്മീരിലെ 26 വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്ന ക്രൂരമായ പഹൽഗാം കൂട്ടക്കൊലയിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നും ഇതിലൂടെ തന്നെ തെളിയുകയാണ്. സൈഫുള്ള ഖസൂരി പാക് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ നിൽക്കുന്ന ചില ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. ഭീകരവാദികളെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന ഇന്ത്യയുടെ ആരോപണങ്ങളെ ഇതിലൂടെ തന്നെ ശരിവെക്കുന്നതാണ് ഈ ഒരു പുതിയ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. 2025 മെയ് 7-നാണ് ഇന്ത്യ ഒരു സൈനിക നടപടി ആരംഭിക്കുന്നത്. 9ഓളം ഭീകര താവളങ്ങൾ ഇന്ത്യ തകർക്കുകയും 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ 2025 ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികൾക്ക് അവിടെ കൊല്ലപ്പെട്ട ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു സൈഫുള്ള ഖസൂരി. ഈ ആക്രമണത്തിന് ശേഷമാണ് തന്റെ പേര് ലോക പ്രശസ്തമായതെന്നാണ് ഇയാൾ ഈ ഒരു പ്രസംഗത്തിലൂടെ തന്നെ അവകാശപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും ഇയാൾ ഇവിടെ തുറന്നു സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഭീകര ക്യാമ്പുകൾ മാത്രം തകർത്തത് ഇന്ത്യക്ക് പറ്റിയ തെറ്റാണ് എന്നും കാശ്മീർ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇയാൾ ഇവിടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും വലിയ രീതിയിൽ പ്രകോപനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. തന്റെ സാന്നിധ്യം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നും പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ എന്ന് വിശേഷിപ്പിച്ച ഇയാളാകട്ടെ ഇന്ത്യയെ തങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വലിയ രീതിയിലൂടെ ഒരു അവകാശവാദം അല്ലെങ്കിൽ അസീം മുനീറിനോട് ആവശ്യപ്പെടുന്നതായും തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.